വയ്യ, ജാക്കിന് വയ്യ ഗൈസ്. അപ്പോൾ ജാക്കിന് ഞങ്ങൾ വാക്സിൻ എടുക്കാൻ വേണ്ടി കൊണ്ടുപോകണേണ്. അവന് 2 ദിവസമായിട്ട് അവൻ ഛർദിക്കണേണ് എന്നെ പോലെ. എനിക്കും ജാക്കിന് ഒരേ സമയത്താണ് കൊന്നത്. അവന്റെ പൊന്ന് ഗൈസ് നിക്കണുണ്ടോ? അവനെ വയ്യ. അവൻ മിനിഞ്ഞാന്ന് തൊട്ട് വാതിലൊക്കെ തുറക്കുമ്പോ എന്ത് അവനെ മിനിഞ്ഞാന്ന് തുടങ്ങി. എനിക്ക് ഇന്നലെ തുടങ്ങി ഗൈസ്. കുട്ടിക്ക് പിന്നെ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. എനിക്കിപ്പോ കുഴപ്പമില്ല. ഇന്ന് രാവിലെ വരെ കുഴപ്പമുണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് കുഴപ്പമില്ല. പക്ഷെ എന്റെ പൊന്നിന് ഇപ്പോഴും നമുക്ക് പോവാം. ഓടോ പൊന്ന, എന്റെ പൊന്നെ കുളിച്ചിട്ടൊക്കെ കുട്ടപ്പനായിട്ട് വന്നാണ്. ആകെ 2-3 തവണ ഇന്ന് കുരച്ചിട്ടുള്ളൂ അവൻ. വയ്യ, ക്ഷീണോ. ഇതിന് മുന്നേ ഒരു തവണ ഇങ്ങനെ വന്നിട്ടില്ലേ? അന്ന് വാക്സിൻ എടുത്തപ്പോ ഭയങ്കര കരച്ചിലായിരുന്നു. അമ്മ സാധാരണ കാർ എടുക്കുമ്പോ കരയണില്ലേ? കരയാത്തണ്ടോ? ഇതാണ് ജാക്കിന്റെ വാക്സിനേഷന്റെ ബുക്ക്. വീഡിയോ ബ്ലാക്ക് ഫോണിലുണ്ടെന്ന് തോന്നണം. അത് വേണമെങ്കിൽ കിട്ടോ. അപ്പൊ കാർ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അവൻ കരയും. കൂടെ പോയാ അമ്മ അവൻ കരയണ പോലും ഇല്ല. അമ്മ ജാക്കിന്റെ ഡേറ്റ് ആയിട്ടുണ്ട് വാക്സിനേഷന്റെ. 6/10/2024 അവന്റെ അടുത്ത ഇത്. അതായത് 6-ാം തീയതി, നവംബർ 6-ാം തീയതി അല്ല, ഒക്ടോബർ 6-ാം തീയതി ആയിരുന്നു അവന്റെ അടുത്ത വാക്സിനേഷൻ. പക്ഷെ നമ്മ ഇന്ന് ഈ പ്രാവശ്യം ജാക്കിനെ വെച്ചിട്ടാ ഗൈസ്. ഇപ്പൊ ജാക്കിനെ വെച്ചിട്ടായി. ഇന്നലെ വരെ ഞങ്ങളുടെ ആയിരുന്നു. സൈഡിലിരിക്കാം. അപ്പൊ നീ എന്നാ അപ്പുറത്തിരി. നീ നടുക്കിരിക്കി. അവനെപ്പോഴും ആ സൈഡല്ലേ ആടി. ഇവിടെ നോട്ടെ. ഇപ്പൊ അവൻ എങ്ങാനും ഛർദിച്ചാലോ എന്ന് വെച്ചിട്ട് ഇതെടുത്തത്. അച്ചോടാ പാവം കിടപ്പൂക്കവില്ല. ഇവിടെ ഓക്കെ. ഈ ബുക്കിലില്ലേ പേരെന്താന്നറിയാമോ ജാക്കിന്റെ? കാണിച്ചത്. ജാക്കിന്റെ പേര് കേശു എന്നായിരുന്നു കേട്ടാ. ഞങ്ങൾ അത് കണ്ട കേശു. 2.5 മാസം. 2.5 മാസമുള്ളൂ. ഇപ്പൊ ഈ പൂതുക്ക് 4 വയസ്സുണ്ട്. മതി. ഈ തക്കൂടെ മേത്ത് എന്റെ മേത്തൊക്കെ ഇവിടെ ഇരിക്കി. കിടന്നോട്ടാ പൊന്നി. മനസ്സിലായി. 4 താഴ്ത്ത കണ്ടതിന് വയ്യ. ബെല്ലടിക്കണോ? അറിയില്ല.
ഷിഗു ഷിഗു കേശുകുട്ടൻ 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 എന്തെന്ന് എടുക്കും കൊതുകും അതൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷെ വേറെ എന്തെങ്കിലും കിച്ചന്റെ വേസ്റ്റ് വല്ലതും പോയിട്ടടിക്കും. വേസ്റ്റ് വാട്ടർ വല്ലതും പോകുന്ന സാധ്യതയുണ്ടാവും. ഇനി പുറത്തുനിന്ന് വല്ല വാങ്ങിച്ചു വന്ന സാധനം വല്ലതും കൊടുക്കാം. ഞാനിപ്പോ പിടിച്ചപ്പോ ആയിഷ അങ്ങനെ ജാക്കിന്റെ വാക്സിനേഷൻ കഴിഞ്ഞു. ജാക്കിന്റെ വാക്സിനേഷൻ അങ്ങനെ കഴിഞ്ഞ് ജാക്കിന് ഇനി ഇപ്പൊ വന്നം 3 ദിവസം കഴിഞ്ഞിട്ട് വന്നം അല്ലേ? 3 ദിവസം കഴിഞ്ഞിട്ട് വന്നം. കിടക്ക കുത്തി കിടക്ക ഗൈസ്. ഓ നല്ല നല്ല ബോർഡ് ഗൈസ്. സദ്യയാണത്. ഇതാണ് ജാക്കപ്പിന്റെ മരുന്ന്. ഇതും പിന്നെ അല്ല ഇത് രണ്ടാണ് ജാക്കിന്റെ മരുന്ന്. സോ ഗൈസ് ജാക്ക് ഇവിടെ ഇരിക്കണേണ്. അപ്പോൾ ജാക്കിന് ഹോട്ട് ബാഗൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞു. ജാക്കിന് ഇൻജക്ഷൻ വെച്ച് അവിടെയും പിന്നെ വയറിലും ജാക്കിന് ഹോട്ട് ബാഗ് വെക്കാൻ പറഞ്ഞു. ഇനി 3 ദിവസം കഴിഞ്ഞിട്ട് ജാക്കിനൊന്നും കൂടെ കൊണ്ടുപോകണം. ജാക്കിന് ഒരു ഇൻജക്ഷൻ കൂടെ വെക്കാനുണ്ട്. അത് 3 ദിവസം കഴിഞ്ഞിട്ട് മാറിയില്ലെങ്കിൽ മാറിയെന്ന് പക്ഷെ കൊണ്ടുപോകണം ജാക്കിന് 3 ദിവസം കഴിഞ്ഞിട്ട്. ബിക്കോസ് അവൻ്റെ വാക്സിനേഷൻ ഡേറ്റ് 6-ാം തീയതിയാണ് അവൻ്റെ ബൂസ്റ്ററിൻ്റെ വാക്സിനേഷൻ. അപ്പോൾ അതിനാണെങ്കിലും ജാക്കിനെ കൊണ്ടുപോകണം. അപ്പോൾ ജാക്ക് ഇപ്പോൾ ഇവിടെ ഇരിക്കേണ്ട കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഹോട്ട് ബാഗൊക്കെ വെച്ചിരിക്കും. അമ്മ അതിൽ ഇപ്പോൾ ജാക്കിന് ആ ഡോക്ടർ എന്നാ മരുന്നുണ്ട്. അത് ആക്ച്വലി ഫുഡാണ്. അത് 1 സ്പൂൺ or 2 സ്പൂൺ കൊടുക്കണം. അപ്പം അമ്മ അത് സെറ്റ് ചെയ്യണേന്. ഇതാണോ ഫുഡ്? ഇത് ലിക്വിഡാ ഗൈസ്. ലിക്വിഡ് ജാക്കിന് അറിയില്ല. എന്നാ ഫ്രിഡ്ജ് വെക്കാനായിട്ട് പറഞ്ഞ ഇതിൻ്റെ പുറത്ത് ഇതും കൂടെ ഒഴിക്കണം.
ഇത് വെറുതെ എല്ലാം കൊടുക്കാല്ലേ, പക്ഷെ വായിൽ ചെറു കഴിക്കണം. ഇത് പകുതി കൊടുക്കാനല്ലേ പകുതിയല്ലേ? സ്പൂൺ വല്ല ഉണ്ടോ? സ്പൂൺ ഇരിക്കട്ടെ. അതിൻ്റെ അകത്ത് ഇരിക്കട്ടെ. കഴിച്ചാൽ മതിയായിരുന്നു. കഴിച്ചേക്കണം. കഴിച്ചാൽ മതിയായിരുന്നല്ലേ അക്കു? ഇങ്ങനെ നിന്ന് കഴിച്ചു. ഒരു വഗ് ഇന്ന് രാവിലെ അവൻ കഴിച്ചിട്ടില്ല. അവന് ഈ ഒരു ഇത് മാത്രം, വെള്ളം മാത്രമേ അവൻ കുടിച്ചിട്ടുള്ളൂ. പിന്നെ ഡോക്ടർ എനർജി ഡ്രിങ്കും പറഞ്ഞിട്ടുണ്ട്. സക്സസ്ഫുള്ളി ദൈവമേ കഴിച്ചവനങ്ങനെ. ആ ഡോക്ടർ പറഞ്ഞിട്ട് അവന് ജാക്കിന് ഹോട്ട് ബാഗ് വെക്കാൻ വേണ്ടി പോണേന്ന്. ഏത് സൈഡാടി കുത്തി അവന്റെ വയറിലും വെക്കണം. അതായത് അവനെ കമത്തി കെട്ടിയെടുത്ത് അവന്റെ വയറിലും വെക്കണം. പിന്നെ ഇൻഡേഷൻ വെച്ച് ഈ ഭാഗം മൊത്തം വെക്കണം. വെയിറ്റ് ചെയ്. അനേകം പട്ടീനെ ചൂടാത് സുഖം കിട്ടും. കുറച്ച് സോ ഗൈസ്, അങ്ങനെ എൻ്റെ പൊന്ന് നോർമൽ കുഞ്ഞ തക്കടു. സോ ഗൈസ്, ജാക്കിന് ഇപ്പം വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഡോക്ടറെ അടുത്തൊക്കെ പോയി വന്ന് വലിയ കുഴപ്പമൊന്നുമില്ല. കണ്ടില്ലേ ഇരിപ്പ്. സാറ്റർഡേ കൊണ്ടുപോകണം, മറ്റന്നാൾ കൊണ്ടുപോകണം. മറ്റന്ന് ഒന്നും കൂടെ കൊണ്ടുപോകണം. വേറെ കുഴപ്പമൊന്നുമില്ല ഗൈസ്. ഇന്ന് ഫുഡ് കഴിച്ചു, അവൻ്റെ ഫുഡ് കഴിച്ചു. അപ്പോൾ കുറച്ച് എനർജിയായി. സോ ഗൈസ്, അത്രേ ഉള്ളൂ ഈ ഒരു വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. ദെൻ ബൈ ഗൈസ്. ബൈ ഗൈസ്. കണ്ണിരിപ്പോ. ഓക്കെ ബൈ ടാറ്റ.